Dear students, in the last class we discussed about the formulation of linear programming problem, and today we are going to discuss about the computation of optimal solution to a linear programming problem. Okay. Solution to a linear programming problem means to find optimal solution to a given linear programming problem. And the optimal solution to an LPP means the feasible solution which is maximizes the objective function. Objective function maximize ചെയ്യുന്ന feasible solution ആണ് optimal solution എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു അത്. And what is feasible solution? Any set of values for the decision variables which satisfy all the constraints including non-negativity constraints is called a feasible solution. അപ്പോൾ optimal solution എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസ് ചെയ്യുന്ന ഫീസിബിൾ സൊല്യൂഷൻ ആണ് എന്നും ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് വാല്യൂസ് ഓഫ് ഡിസിഷൻ വേരിയബിൾ ഒരു കണ്ടീഷൻ ഉണ്ട്, എന്താണ് ദാറ്റ് സെറ്റ് ഓഫ് വേരിയബിൾസ് ഓഫ് ഡിസിഷൻ വേരിയബിൾസ് മസ്റ്റ് സാറ്റിസ്ഫൈ ഓൾ ദി കൺസ്ട്രെയിൻസ് ഇൻക്ലൂഡിങ് നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ്. ഓക്കെ, അപ്പോൾ ആ ഓപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ സാധാരണയായിട്ട് രണ്ട് മെത്തേഡ്സ് ആണുള്ളത്. അവ ഗ്രാഫിക് മെത്തേഡ് എന്ന് പറയും, രണ്ടാമത്തത് സിംപ്ലക്സ് മെത്തേഡ്. നമുക്ക് നമ്മുടെ സിലബസ് പ്രകാരം ഗ്രാഫിക് മെത്തേഡ് മാത്രമേ പഠിക്കാനുള്ളൂ. നമുക്ക് ഗ്രാഫിക് മെത്തേഡിലേക്ക് പോകാം. ഗ്രാഫിക് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി വെൻ ദർ ആർ ടു വേരിയബിൾസ്. രണ്ട് വേരിയബിൾസ് ഉള്ളപ്പോൾ മാത്രമേ ഗ്രാഫിക് മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റൂ കേട്ടോ. ഡിസിഷൻ വേരിയബിളിനകത്ത് ഉള്ള ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനകത്തുള്ള വേരിയബിൾസ് ഉണ്ടല്ലോ, x1 x2 എന്നൊക്കെ നമ്മൾ പറയുന്നത്, അത് രണ്ടെണ്ണേ വരാൻ പാടുള്ളൂ. x1 x2 x3 എന്ന് മൂന്നാമതൊരു വേരിയബിൾ വരികയാണെങ്കിൽ ഗ്രാഫിക് മെത്തേഡിലൂടെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രണ്ട് വേരിയബിൾസ് മാത്രം വരുന്ന തരത്തിലുള്ള പ്രോബ്ലംസ് പഠിക്കുന്ന മനസ്സിലാക്കുന്ന ഗ്രാഫിക് മെത്തേഡ് മാത്രമേ നമുക്ക് നമ്മുടെ സിലബസ് പ്രകാരം പഠിക്കാനുള്ളൂ. ഓക്കെ, when there are more than two variables, graphic method cannot be used. This method is very simple to understand and easy to apply. Under graphic method, each constraint is represented by a line, straight line. അതാണ് പ്രത്യേകത. ഗ്രാഫിക് മെത്തേഡിൽ നമ്മൾ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള LPPയിൽ കൺസ്ട്രെയിൻസ് നമുക്കറിയാം. കൺസ്ട്രെയിൻസ് രണ്ട് തരത്തിലുണ്ട്, സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസും അതേപോലെ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസും ഉണ്ട്. ഈ സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസും നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസും ഓരോ കൺസ്ട്രെയിൻറ്റുമായി ബന്ധപ്പെട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ ഒരേ ഗ്രാഫിനകത്ത് വരേണ്ടതുണ്ട്. ഓക്കെ, ഇഫ് ദർ ആർ മെനി കൺസ്ട്രെയിൻസ്, മെനി സ്ട്രെയിറ്റ് ലൈൻസ് ആർ ടു ബി ഡ്രോൺ ഓൺ ദി സെയിം ഗ്രാഫ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ ധാരാളം കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ ഒരേ ഗ്രാഫിനകത്ത് തന്നെ ഈ സ്ട്രെയിറ്റ് ലൈൻസ് എല്ലാം, ഓരോ കൺസ്ട്രെയിൻറ്റുമായി ബന്ധപ്പെട്ട സ്ട്രെയിറ്റ് ലൈൻസ് എല്ലാം ഒരേ ഗ്രാഫ് പേപ്പറിൽ വരേണ്ടി വരുന്നു എന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കാം ദി പ്രൊസീജിയർ ഫോർ കമ്പ്യൂട്ടിംഗ് ഓപ്റ്റിമൽ സൊല്യൂഷൻ യൂസിങ് ഗ്രാഫിക് മെത്തേഡ്. ഫസ്റ്റ്, ഫോർമുലേറ്റ് ദി പ്രോബ്ലം ഇൻ ടു എൻ LPP ആയിട്ട് ഫോർമുലേറ്റ് ചെയ്യണം. അപ്പോൾ LPP രൂപത്തിലാണ് തന്നിരിക്കുന്നത് എങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഇനി അല്ലാതെ ആണെങ്കിൽ അത് ആദ്യം LPP ആയിട്ട് ഫോർമുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. സെക്കൻഡ് സ്റ്റെപ്പ്, റൈറ്റ് ഈച്ച് ഇനീക്വാലിറ്റി കൺസ്ട്രെയിൻറ്റ് ആസ് ഇക്വേഷൻസ്. നമ്മുടെ LPP ആയി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആ പ്രോബ്ലം LPPയിലുള്ള കൺസ്ട്രെയിൻസ് ഉണ്ടല്ലോ, സ്ട്രക്ചറലും അതുപോലെ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസും. ഈ ഇനീക്വാലിറ്റി കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പലപ്പോഴും കൺസ്ട്രെയിൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ എന്നൊക്കെയാണ്. ഈ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സൈൻ ഒഴിവാക്കി അതിന് പകരം ഈക്വൽ സൈന് ചേർത്ത് ആ ഇക്വേഷൻസ് ആക്കി അതിനെ മാറ്റുകയാണ് ചെയ്യേണ്ടത്. റൈറ്റ് ഈച്ച് ഇനീക്വാലിറ്റി കൺസ്ട്രെയിൻറ്റ് ആസ് ഇക്വേഷൻസ്. ഓക്കെ, അങ്ങനെ ഇക്വേഷനാക്കി എഴുതിയ ശേഷം എന്ത് ചെയ്യണം? ഡ്രോ സ്ട്രെയിറ്റ് ലൈൻ ഫോർ ഈച്ച് ഓഫ് ദീസ് ഇക്വേഷൻസ്. ആ എല്ലാ ഇക്വേഷനും സ്ട്രെയിറ്റ് ലൈൻ വരയണം. ഓരോ ഇക്വേഷനും ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടാകും. ആ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ ഗ്രാഫിനകത്ത് വരയണം. അപ്പോൾ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസിൻ്റെയും സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസിൻ്റെയും ഇക്വേഷൻസ് സ്ട്രെയിറ്റ് ലൈൻ രൂപത്തിൽ നമ്മൾ ഗ്രാഫിനകത്ത് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണമെന്നർത്ഥം. അതിൽ ആദ്യം ചെയ്യേണ്ടത്
നമ്മുടെ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് ഉണ്ടല്ലോ, x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നിങ്ങനെ പറയുന്ന നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് ഉണ്ടല്ലോ. ആ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ ആദ്യം വരെയാണ്. എന്ന് പറഞ്ഞാൽ x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താ വരിക? ഗ്രേറ്റർ ദാൻ അങ്ങ് ഒഴിവാക്കുക, x ഈക്വൽ ടു 0. അതുപോലെ x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ x2 ഈക്വൽ ടു 0 ആക്കുക. ഓക്കെ, ഈ രണ്ടെണ്ണം ഈ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസുമായി ബന്ധപ്പെട്ട രണ്ട് ഇക്വേഷൻസ്, ആ രണ്ട് ഇക്വേഷൻസിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ ആദ്യം വരെയാണ്. അതിൽ x1 ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ x1 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? x1 ഈക്വൽ ടു 0, x1 x2 എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രാഫ് പേപ്പറിനകത്ത് നമ്മൾ എക്സ് ആക്സിസ് വൈ ആക്സിസ് എന്നല്ലേ പറയാറ്. അതുപോലെ x1 എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഗ്രാഫിനകത്ത് എക്സ് ആക്സിസും x2 വൈ ആക്സിസുമായിട്ട് കണക്കാക്കാം നമുക്ക്. അപ്പോൾ x1 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ? x1 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 0 ആകുക. 0 ആകുന്നതിന് കാണിക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ വൈ ആക്സിസ് ആണ്. ഓക്കെ, അതുപോലെ y ഈക്വൽ ടു 0 അല്ലെങ്കിൽ x2 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x2 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈ ആക്സിസിൽ y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു 0 എന്ന് കാണിക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ എക്സ് ആക്സിസ് ആണ് അല്ലെങ്കിൽ x1 ആണ്. മനസ്സിലായോ? അതായത് നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഗ്രാഫ് പേപ്പറിനകത്ത് എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുക എന്നാണ് അർത്ഥം. സംശയമില്ലല്ലോ? ക്ലിയർ ആയല്ലോ? ഇനി എന്ത് ചെയ്യണം? ബാക്കി എല്ലാ കൺസ്ട്രെയിൻസിനുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസ് സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരയണം. ആദ്യം എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു, അതായത് നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻറ്റുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസ് രണ്ടെണ്ണം വരഞ്ഞു കഴിഞ്ഞു, എക്സ് ആക്സിസും വൈ ആക്സിസും. മറ്റ് കൺസ്ട്രെയിൻസ്, അതായത് സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസിൻ്റെ സ്ട്രെയിറ്റ് ലൈനാണ് ഇനി വരയേണ്ടത്. അങ്ങനെ എല്ലാ സ്ട്രെയിറ്റ് ലൈനും വരയുക ചെയ്യേണ്ടത് മൂന്നാമത്തെ സ്റ്റെപ്പിൽ. ഇനി 4, read the constraints once again and locate the feasible area from the graph and shade the feasible region. അപ്പോൾ ഇക്വേഷൻസ് ഒക്കെ വരഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷൻസിൻ്റെ സ്ട്രെയിറ്റ് ലൈനാണ് വരഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ അവ ഇക്വേഷൻസ് ആയിരുന്നില്ല, നോൺ നെഗറ്റിവിറ്റി ഇനീക്വാലിറ്റി കൺസ്ട്രെയിൻസ് ആയിരുന്നു. ആ ഇനീക്വാലിറ്റി കൺസ്ട്രെയിൻസ് ഒന്നുകൂടെ വായിക്കുക, അതായത് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ എന്ന സൈന് ഉപയോഗിച്ച് ഒന്നുകൂടെ വായിക്കുക. അങ്ങനെ വായിക്കുന്ന സമയത്ത് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ എന്നെല്ലാം പറയുമ്പോൾ ആ ഗ്രാഫിനകത്ത് എവിടെയാണ് ആ ഏരിയ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ വ്യക്തത വരും. അങ്ങനെ ഫീസിബിൾ റീജിയൻ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫീസിബിൾ റീജിയൻ ഷെയ്ഡ് ചെയ്യണം. ഷെയ്ഡ് ചെയ്ത ശേഷം ഐഡൻറ്റിഫൈ ദി വേരിയസ് വെർട്ടീസസ് ഓഫ് ദി ഫീസിബിൾ റീജിയൻ. ഫീസിബിൾ റീജിയൻ്റെ ഓരോ വെർട്ടക്സും ഓരോ കോർണറും ലൊക്കേറ്റ് ചെയ്യുക, പോയിൻറ്റ്സ് ലൊക്കേറ്റ് ചെയ്യുക. ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ഈച്ച് വെർട്ടക്സ്. ഓരോ വെർട്ടക്സിൻ്റെയും ഓരോ കോർണറുമായി ബന്ധപ്പെട്ട കോർഡിനേറ്റ്സ് ഗ്രാഫിനകത്ത് എക്സിനും വൈക്കും അല്ലെങ്കിൽ എക്സ് ആക്സിസിലേക്കും വൈ ആക്സിസിലേക്കും വരുന്ന വാല്യൂസ് ഏതെയാണ് ആ പോയിൻറ്റുമായി ബന്ധപ്പെട്ട് ആ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുക, ആ വാല്യൂസ് കണ്ടുപിടിക്കുക. അതിനെ കോർഡിനേറ്റ്സ് എന്ന് പറയും. Then substitute coordinate values of each vertex in the objective function. അങ്ങനെ ഓരോ വെർട്ടക്സിൻ്റെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ കോർഡിനേറ്റ്സ് നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ z ഈക്വൽ ടു എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ z-ൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ആ z-ൻ്റെ വാല്യൂ ഓപ്റ്റിമം ആകുന്ന പോയിൻ്റ് ഏതാണോ ആ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് വാല്യൂ ആണ് നമ്മുടെ ഓപ്റ്റിമൽ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ z-ൻ്റെ വാല്യൂ ഓപ്റ്റിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇഫ് ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈസ് മാക്സിമൈസ്ഡ് ദെൻ ദി കോർഡിനേറ്റ്സ് ഓഫ് ദി വെർട്ടെക്സ് വിച്ച് ഗിവ് മാക്സിമം വാല്യൂ ഓഫ് z ഈസ് ദി ഓപ്റ്റിമൽ സൊല്യൂഷൻ. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ മാക്സിമൈസ് z എന്നാണ് വരുന്നത് എങ്കിൽ നമ്മൾ മാക്സിമം വാല്യൂ z വാല്യൂ മാക്സിമം ആകുന്നത് ഏത് പോയിന്റിലാണോ ആ പോയിന്റുമായി ബന്ധപ്പെട്ട കോർഡിനേറ്റ്സ് വാല്യൂ ആണ് നമ്മുടെ ഓപ്റ്റിമൽ സൊല്യൂഷൻ. ഇനി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മിനിമൈസ് z ആണ് എങ്കിൽ ആ z വാല്യൂ ഏറ്റവും കുറവ് വരുന്ന കോസ്റ്റ് മിനിമൈസ് ചെയ്യാണ്, കോസ്റ്റ് മിനിമം വരുന്ന
പോയിന്റ് ഏതാണോ, വെർട്ടെക്സ് ഏതാണോ, ആ വെർട്ടെക്സുമായി ബന്ധപ്പെട്ട കോർഡിനേറ്റ്സ് വാല്യൂസാണ് നമ്മുടെ ഓപ്റ്റിമൽ സൊല്യൂഷൻ. ക്ലിയർ? ഇതാണ് പ്രൊസീജിയർ. ഈ പ്രൊസീജിയർ കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പക്ഷേ എങ്കിലും ഒന്നുകൂടെ അത് വ്യക്തത വരണേ, നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇത് മനസ്സിലാകുകയുള്ളൂ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Solve the following LPP graphically. Maximize z equal to x plus 3y subject to 2x plus y less than or equal to 20, x plus 2y less than or equal to 20, x greater than or equal to 0, y greater than or equal to 0. ഇവിടെ LPP ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി നമ്മളിതിനെ ഒരു LPP ആയി ഫോർമുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. വേരിയബിൾസ് ശ്രദ്ധിച്ചു നോക്കൂ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ z ഈക്വൽ ടു എക്സ് പ്ലസ് 3y. ഇപ്പോൾ ഡിസിഷൻ വേരിയബിൾസ് ഇവിടെ എക്സും വൈയും ആണ്. നമ്മൾ നേരത്തെ x1 x2 എന്നൊക്കെ പറഞ്ഞതുപോലെ ഇവിടെ എക്സ് വൈ എന്നിങ്ങനെയാണ് ഡിസിഷൻ വേരിയബിൾസ് തന്നിരിക്കുന്നത്. എക്സിനും വൈക്കും സ്വീകാര്യമായിട്ടുള്ള വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ അത് സെഡിൻ്റെ വാല്യൂ പരമാവധിയാക്കുകയും ചെയ്യും. സെഡ് പരമാവധിയാകുന്ന തരത്തിൽ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കണ്ടുപിടിക്കണം, സബ്ജക്റ്റ് ടു ദീസ് കൺസ്ട്രെയിൻസ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ മുന്നിലുള്ള ക്വസ്റ്റ്യൻ, ഓപ്റ്റിമൽ സൊല്യൂഷൻ കാണുക എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? LPP ആയിട്ട് തന്നിരിക്കുകയാണ് പ്രോബ്ലം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ കൺസ്ട്രെയിൻസ് ഉണ്ടല്ലോ, കൺസ്ട്രെയിൻസിനെ ഇക്വേഷൻസ് ആക്കി കൺവേർട്ട് ചെയ്യണം. കൺസ്ട്രെയിൻസിൽ ആദ്യം നമ്മൾ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് ഏതൊക്കെയാണ്? ഇത് എക്സും വൈയും. ഈ രണ്ട് നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസിനെ ഇക്വേഷനാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ഈ ഗ്രേറ്റർ ദാൻ എന്നുള്ള സൈനം ഒഴിവാക്കുക. അപ്പോൾ എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 0 ആവും. ആ രണ്ട് ഇക്വേഷൻ, എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 0. ക്ലിയർ? ദെൻ കൺവേർട്ട് ദി സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ് ഇൻ ടു ഇക്വേഷൻ. സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ് ഏതൊക്കെയാണ്? ഇത് രണ്ട് സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ് ആണ് ഇവിടെ ഉള്ളത്. ഈ രണ്ട് സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസിനെ ഇക്വേഷനാക്കി മാറ്റുമ്പോൾ 2x പ്ലസ് വൈ ഈക്വൽ ടു 20, എക്സ് പ്ലസ് 2y ഈക്വൽ ടു 20 എന്നായി മാറും. അപ്പോൾ ഇവിടെ എല്ലാ കൺസ്ട്രെയിൻസിനെയും, ഇനീക്വാലിറ്റി കൺസ്ട്രെയിൻസിനെയും നമ്മൾ ഇക്വേഷൻസ് ആക്കി മാറ്റി. മൊത്തം 4 ഇക്വേഷൻസ്, ശരിയല്ലേ? ഈ 4 ഇക്വേഷൻ്റെ 4 സ്ട്രെയിറ്റ് ലൈൻ വരയണമെന്ന് അർത്ഥം. ഇപ്പോൾ എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 0 ആകുക എന്ന് പറഞ്ഞാൽ വൈ ആക്സിസ് വരയ്ക്കുക എന്നർത്ഥം. വൈൻ്റെ വാല്യൂ 0 ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിസും വരയ്ക്കുക. അപ്പോൾ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ എക്സ് ആക്സിസും വൈ ആക്സിസും ആണെന്ന് മനസ്സിലാക്കുക. അത് കൂടാതെ 2 സ്ട്രെയിറ്റ് ലൈൻ കൂടെ നമ്മൾ വരയേണ്ടതുണ്ട്. ഇവിടെ 2 സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ് ആണുള്ളത്, 2 സ്ട്രെയിറ്റ് ലൈൻ വരയണം. ക്ലിയർ? ഇനി നമ്മൾ എങ്ങനെയാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ വരയുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു, നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് ആയ എക്സ് ഈക്വൽ ടു 0 എന്നുള്ളത് വൈ ആക്സിസ് വരെയും വൈ ഈക്വൽ ടു 0 എന്നുള്ളത് എക്സ് ആക്സിസും വരെയും. ഇനി മൂന്നാമത് വേറെ 2 സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടല്ലോ, ആ 2 സ്ട്രെയിറ്റ് ലൈനിൽ മൂന്നാമത്തത് 2x പ്ലസ് വൈ ഈക്വൽ ടു 20 എന്നുള്ളതാണ്. ഈ 2 ഡിസിഷൻ വേരിയബിളായ എക്സും വൈയും ഉൾപ്പെടുന്ന തരത്തിലുള്ള ഒരു ഇക്വേഷനാണ് ഇത്. ശരിയല്ലേ? എക്സും വൈയും വരുന്നുണ്ട്. ഇങ്ങനെ എക്സും വൈയും 2 വേരിയബിളും വരുന്ന രീതിയിലുള്ള ഒരു കൺസ്ട്രെയിൻ്റ് ആകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫിനകത്ത് വരയണമെങ്കിൽ നിർബന്ധമായും നമുക്ക് ഈ സ്ട്രെയിറ്റ് ലൈനിലുള്ള 2 പോയിൻറ്റ്സ് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ആ 2 പോയിൻറ്റ്സ് കണ്ടുപിടിച്ച് 2 പോയിൻറ്റ്സും സ്കെയിൽ ഉപയോഗിച്ച് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരയാവുന്നതാണ്. അപ്പോൾ 2 പോയിൻറ്റ്സ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതിനാദ്യം ചെയ്യേണ്ടത് എക്സ് ഒരു വേരിയബിൾ, അത് 0 ആണെന്ന് കരുതുക. അപ്പോൾ പുട്ട് എക്സ് ഈക്വൽ ടു 0. ഈ ഇക്വേഷനിൽ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരയേണ്ട ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, 2x പ്ലസ് വൈ ഈക്വൽ ടു 20 എന്ന ആ ഇക്വേഷൻ, അതിൽ എക്സ് 0 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 2 × 0 പ്ലസ് വൈ ഈക്വൽ ടു 20. അപ്പോൾ വൈ ഈക്വൽ ടു 20 എന്ന് കിട്ടും. അപ്പോൾ ആ ഇക്വേഷനിലെ ഒരു പോയിൻ്റാണ് നമ്മൾ കണ്ടുപിടിച്ചത്, എക്സ് 0യും വൈ 20യും, 0, 20. ഓക്കെ, ഇനി വൈ 0 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ വൈ 0 ആണെന്ന് കാണിക്കുന്ന സമയത്ത് ഇതെന്താവും? 2x പ്ലസ് 0 ഈക്വൽ ടു 20. അപ്പോൾ എക്സ് ഈക്വൽ ടു 10 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ വൈ 0 ആയപ്പോൾ എക്സ് 10 ആയി. അപ്പോൾ ആ പോയിൻറ്റ്സ് നമ്മൾ ആദ്യം പറയുക എക്സിൻ്റെത്, എക്സ് ആക്സിസിലുള്ള വാല്യൂ ആണ് പറയുക. എക്സ് 10 ആണ്, വൈ 0 ആണ്.
അപ്പോൾ 10 0. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻ 2x + y = 20 എന്ന സ്ട്രെയിറ്റ് ലൈനിലെ രണ്ട് പോയിന്റ് നമുക്ക് കിട്ടി. ഒരു പോയിന്റ് 0 20 ആണ്, മറ്റൊരു പോയിന്റ് 10 0 ആണ്. ഓക്കെ, അത് കണ്ടുപിടിച്ചു. അപ്പോൾ അതും നമുക്ക് വരയ്ക്കാം. ഇനി നാലാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? x + 2y = 20. ഇവിടെയും എക്സും വൈയും രണ്ട് ഡിസിഷൻ വേരിയബിളും വരുന്നുണ്ട്. എക്സും വൈയും ആ ഇക്വേഷൻ്റെ സ്ട്രെയിറ്റ് ലൈൻ വരയണമെങ്കിൽ രണ്ട് പോയിന്റ്സ് കണ്ടുപിടിക്കണം. രണ്ട് പോയിന്റ്സ് കണ്ടുപിടിക്കുക എങ്ങനെയാണ്? ആദ്യം എക്സ് 0 ആണെന്ന് വിചാരിക്കുക. എക്സ് 0 ആകുമ്പോൾ 0 + 2y = 20, y 10 കിട്ടും. അപ്പോൾ 0 10 ആണ് ഒരു പോയിന്റ്. ഇനി y 0 ആണെന്ന് വിചാരിക്കുക. y 0 ആണെന്ന് വിചാരിച്ചാൽ x + 2 × 0 = 20 വരും. x = 20. അപ്പോൾ വാല്യൂ 20 0 എന്ന് വരും. അപ്പോൾ രണ്ട് പോയിന്റ്സ് 0 10ഉം 20 0ഉമാണ്. ഓക്കെ, അപ്പോൾ ഇനി ഗ്രാഫ് വരയ്ക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്. ഓക്കെ, ഇവിടെ 0 ആണല്ലോ. ഇതിനെ y 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് y 0 ആണെന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനാണ് ഇത്. ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് എക്സ് ആക്സിസ് ആണ്. ഈ എക്സ് ആക്സിസിൽ ഈ സ്ട്രെയിറ്റ് ലൈൻ സൂചിപ്പിക്കുന്നത് y = 0 എന്നാണ്. y ആക്സിസ് ആണല്ലോ ഇത്. y ആക്സിസ് ആണ്. y ആക്സിസ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് 0 ആണെന്ന് അർത്ഥം. മനസ്സിലായോ? x = 0. അപ്പോൾ എക്സ് ആക്സിസും y ആക്സിസും എക്സ് ആക്സിസും വരയുന്നു. എക്സ് ആക്സിസ് വരഞ്ഞു കഴിഞ്ഞാൽ y = 0യും y ആക്സിസ് വരഞ്ഞു കഴിഞ്ഞാൽ x = 0യും എന്ന ആ രണ്ട് ഇക്വേഷൻ്റെ സ്ട്രെയിറ്റ് ലൈനാണിത്. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇത് 2x + y = 20 എന്നുള്ളത്. അതിലെ രണ്ട് പോയിന്റ്സ് ഏതൊക്കെയായിരുന്നു? ഒന്ന് 0 20 ആണ്. എക്സ് 0യും y 20യും. എക്സ് 0 y 20 ആകുന്നു ഒരു പോയിന്റ് ഇത്. മറ്റൊരു പോയിന്റ് 10 0 ആണ്. 10 0 എന്ന് പറഞ്ഞാൽ എക്സ് 10ഉം y 0യും. എക്സ് 10ഉം y 0യും. ഓക്കെ, അപ്പോൾ ഇത് ഈ രണ്ട് പോയിന്റും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് കിട്ടും. ഇതാണ് 2x + y = 20 എന്ന സ്ട്രെയിറ്റ് ലൈൻ. ആ ഇക്വേഷൻ്റെ മുകളിൽ ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ മുകളിൽ ആ ഇക്വേഷൻ ഒന്നും എഴുതിയ 2x + y = 20. ഓക്കെ, അതെല്ലാം. അപ്പോൾ x = y എന്ന ഇക്വേഷൻ എഴുതി y ആക്സിസിന്, y = 0 എന്ന് എക്സ് ആക്സിസിൻ്റെ ഇക്വേഷൻ എഴുതി. അതുപോലെ ഇതിൻ്റെ ഇക്വേഷൻ എഴുതി. ഇനി നാലാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? x + 2y = 20. അതിലുള്ള രണ്ട് പോയിന്റ്സ് ഏതൊക്കെയാണ്? ഒന്ന് 0 10 ആണ്. എക്സ് 0യും y 10ഉം ആകുന്നു ഈ പോയിന്റ്. അടുത്ത പോയിന്റ് 20 0 ആണ്. എക്സ് 20 y 0. എക്സ് 20 y 0 ഈ പോയിന്റ്. രണ്ടും കണക്ട് ചെയ്ത് ഇങ്ങനെ കണക്ട് ചെയ്തു. ആ ഇക്വേഷൻ്റെ പേര് എഴുതി വെച്ച് x + 2y = 20. അപ്പോൾ 4 ഇക്വേഷനുമായി ബന്ധപ്പെട്ട് 4 സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരഞ്ഞു കഴിഞ്ഞാൽ തുടർന്ന് നമ്മൾ ആ 4 ഇക്വേഷൻ ആകുന്നതിന് മുൻപ് ആ ഇനീക്വാലിറ്റി കൺസ്ട്രെയിൻസ് ആയിരുന്നല്ലോ. ആ ഇനീക്വാലിറ്റി സൈനോട് കൂടി ഒന്ന് വായിച്ചേ. ഇതെന്തായിരുന്നു എഴുതി? ഇത് y = 0 അല്ല, പിന്നെ എന്തായിരുന്നു? y ≥ 0 എന്ന് ഈ ഇക്വേഷൻ. അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് ഇതിൻ്റെ വാല്യൂ ഈ ഇക്വേഷൻ്റെ അല്ലെങ്കിൽ ഈ സ്ട്രെയിറ്റ് ലൈനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ വാല്യൂ ഇതിന് മുകളിലോട്ടായിരിക്കണം. ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ മുകളിലോട്ട് എന്ന് പറഞ്ഞാൽ മേലോട്ട്. അതായത് താഴേക്ക് വരാൻ പാടില്ല. താഴേക്ക് 0ന് താഴെ മൈനസാണ്. ഇതിന് മുകളിലായിരിക്കണം. ഓക്കെ, ഇനി നോക്കിക്കേ. ഇവിടെ x = 0 എന്ന് പറഞ്ഞ ഈ y ആക്സിസ് ഉണ്ടല്ലോ, അത് സത്യത്തിൽ അത് കൺസ്ട്രെയിൻറ്റ് എന്തായിരുന്നു? x ≥ 0 എന്ന്. അപ്പോൾ ഇത് x ≥ 0 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെഫ്റ്റിലോട്ട്, ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോകാൻ പാടില്ല. ഇവിടെയോ അല്ലെങ്കിൽ ഇവിടുന്ന് വലത്തോട്ടോ. അപ്പോൾ ഇതിന് മുകളിലോട്ട്, ഇതിന് വലത്തോട്ട്. പിന്നെ എന്താ പറയുന്നത്? മൂന്നാമത്തെ ഈ 2x + y = 20 എന്നുള്ള 2x + y <= 20 എന്നായിരുന്നു അല്ലേ? അതായിരുന്നു കൺസ്ട്രെയിൻറ്റ്. അങ്ങനെ ആവുന്ന സമയത്ത് ഇതാ 2x + y <= 20 എന്ന് പറഞ്ഞ് ഇവിടം വരെ, അല്ലെങ്കിൽ ഇതിന് താഴോട്ട്. ഓക്കെ, അതുപോലെ അടുത്ത നാലാമത്തത് x + 2y <= 20 എന്നാണ്. ഇത് ഈ സ്ട്രെയിറ്റ് ലൈൻ <= 20 എന്ന് പറഞ്ഞാൽ ഇവിടം വരെ വരാം, അല്ലെങ്കിൽ അതിന് താഴോട്ട്.
അപ്പോൾ ഇതെല്ലാം കൂടെ സാറ്റിസ്ഫൈ ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഇതിന് താഴോട്ടായിരിക്കണേ, ഇതിന് താഴോട്ട് ഈ ഭാഗത്തോട്ട്. ഓക്കെ, ഇതിന് താഴോട്ട് എന്ന് പറയുമ്പോൾ അത് ഇങ്ങോട്ടേക്ക് ഈ ഭാഗം ഒഴിവായിപ്പോൾ ഇതിന് താഴോട്ട് ഈ ഭാഗം വരുന്നു. ഓക്കെ, ഇതിന് വലത്തോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ ഈ ഏരിയ ഒന്നും വരാൻ പാടില്ല, ഇങ്ങോട്ട്. ഇതിന് മുകളിലോട്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഈ ഏരിയ കിട്ടി. ഈ ഏരിയ ലൊക്കേറ്റ് ചെയ്ത് ഷെയ്ഡ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഈ ഏരിയയുടെ ഓരോ കോർണർ, അതായത് വെർട്ടെക്സ് എന്ന് പറയും, അതൊന്ന് മാർക്ക് ചെയ്തേ. ഒരു മൂല ഇതാണ്, ഒരു വെർട്ടെക്സ് ഇതാണ് 0. അവിടെ പേര് പ്രത്യേകമായിട്ട് കൊടുക്കണ്ട, അവിടെ 0 അല്ലെങ്കിൽ O എന്ന് വിളിക്കാം. ഇവിടെ ഈ ഒരു കോർണർ അവിടെ ഞാൻ A എന്ന് കൊടുത്തു. ഇവിടെ ഒരു കോർണർ B, ഇവിടെ ഒരു കോർണർ. അപ്പോൾ OABC എന്ന ഒരു ഏരിയ നമുക്ക് കിട്ടുന്നു. ഈ ഏരിയയാണ് നമ്മൾ ഫീസിബിൾ ഏരിയ എന്ന് പറയുന്നത്, ഫീസിബിൾ റീജിയൺ എന്ന് പറയുന്നത്. ഈ ഫീസിബിൾ റീജിയണിൽ വരുന്ന എല്ലാ XY വാല്യൂസും കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യും. എല്ലാ കൺസ്ട്രെയിൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഇവിടെ ഏത് X വാല്യൂ എടുത്തു കഴിഞ്ഞാലും Y വാല്യൂ കിട്ടും. ആ Y വാല്യൂ X വാല്യൂവും ഈ കൺസ്ട്രെയിൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കും. ഇഷ്ടംപോലെ സൊല്യൂഷൻസ് ഉണ്ടാവും, ഫീസിബിൾ സൊല്യൂഷൻസ് ഉണ്ടാവും ഈ ഏരിയയിൽ. അതിൽ ഏതാണ് ഒപ്റ്റിമലായിട്ടുള്ള സൊല്യൂഷൻ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആ ഓപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഫീസിബിൾ റീജിയൻ്റെ ഓരോ പോയിൻറ്റ്സും അല്ലെങ്കിൽ ഓരോ വെർട്ടെക്സും ഒന്ന് നോക്കുക. OABC ആണല്ലോ. ആ ഓരോ വെർട്ടെക്സിൻ്റെയും കോർഡിനേറ്റ് വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ പോയിൻറ്റിൻ്റെയും XY വാല്യൂസ് എന്ന് വരും. ഇത് O എന്ന് പറയുന്നത് X0 Yയും 0 ആണ്. അതിൻ്റെ വാല്യൂ 0 തന്നെ, X0 Y0. ഈ A എന്ന പോയിൻറ്റിൻ്റെയോ X 10 ആണ്, Y 0 ആണ്. അപ്പോൾ അതും നമുക്കറിയാം. C എന്ന പോയിൻറ്റിൻ്റെയോ X 0 ആണ്, Y 10 ആണ്. അതും അറിയാം. ഈ പോയിൻറ്റിൻ്റെ XY വാല്യൂ കാണണമെങ്കിൽ ഇങ്ങനെ താഴോട്ടും ഇവിടെ നിന്ന് ഇങ്ങനെ വലത്തോട്ടും സ്ട്രെയിറ്റ് ലൈൻ വരയണം, പെർപെൻഡിക്കുലർ വരയണം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു പെർപെൻഡിക്കുലർ, ഇവിടെ നിന്ന് X ആക്സിസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ. ആ പോയിൻ്റാണ് നമ്മൾ വാല്യൂ കണ്ടുപിടിക്കുക. പക്ഷേ വരയുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോയി കഴിഞ്ഞാൽ വാല്യൂ തെറ്റിപ്പോഴും. അതുകൊണ്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഈ X ആക്സിസും Y ആക്സിസിലും വരാതെ ഇവിടെ നോക്കി, ഈ ഒരു പോയിൻറ്റും Xും Yയും ഒക്കെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെയും Xും Yയും മനസ്സിലാക്കാം. എന്നാൽ X ആക്സിസ് Y ആക്സിസ് അല്ലാതെ ഒരു പോയിൻ്റാണ് ഇവിടെ B എന്ന് പറയുന്നത്. ഇത് X ആക്സിസിലും Y ആക്സിസിലും അല്ല. ഈ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് വാല്യൂ കാണണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ പോയിൻ്റ് ഏത് സ്ട്രെയിറ്റ് ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതാണ്? ഈ സ്ട്രെയിറ്റ് ലൈനും അതുപോലെ ഈ സ്ട്രെയിറ്റ് ലൈനും, രണ്ട് സ്ട്രെയിറ്റ് ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് B. അപ്പോൾ ആ ബന്ധപ്പെട്ട ഇക്വേഷൻസ് ഒന്നങ്ങ് സോൾവ് ചെയ്താൽ മതി. നമ്മൾ ഇക്വേഷൻ സോൾവിങ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ പഠിച്ച ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ Xും Yൻ്റെയും വാല്യൂ കിട്ടും. അതാണ് ഇവിടെ ഞാനിവിടെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. 6.67 ഇവിടെ 6.67 എന്നൊക്കെ കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ, നമ്മളിവിടെ B എന്ന പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഇക്വേഷൻസ് സോൾവ് ചെയ്യുകയാണ്. ഇക്വേഷൻസ് 2x + y = 20, x + 2y = 20 എന്നിങ്ങനെയായിരുന്നു. ഇവിടെ ഞാൻ സെക്കൻഡ് ഇക്വേഷനിൽ എക്സിനെ ഈക്വൽ ആക്കാൻ വേണ്ടി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇക്വേഷൻ നമ്പർ 2 × 2 2x + 4y = 40. ഇക്വേഷൻ നമ്പർ 1 2x + y = 20. 2 - 1 we get 3y = 20, y = 6.67. 6.67 ആണ് y എന്നുള്ളത്. ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇവിടെ ഞാൻ സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ x കിട്ടി, x = 6.66. അപ്പോൾ ബിയുടെ കോർഡിനേറ്റ് വാല്യൂ 6.67ഉം 6.67. ഓക്കെ, കോർഡിനേറ്റ് വാല്യൂ കിട്ടി. റെഡി? ഇനി എല്ലാ പോയിൻറ്റ്സിൻ്റെയും കോർഡിനേറ്റ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ, XY വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. ഒയുടെ വാല്യൂ നമുക്ക് കിട്ടി, x0 y0 ആണ്. ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ x + 3y ആണ്. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x0 y0 ആണ്. 3 × 0 0. പിന്നെ A എന്ന പോയിൻറ്റിൽ XY വാല്യൂസ് അറിയാം. അത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ z = 10 കിട്ടും. ഇവിടെ z = 26.67, ഇവിടെ 30.
മാക്സിമൈസ് സെഡ് ആയതുകൊണ്ട് സെഡ് മാക്സിമം ആകുന്ന പോയിൻ്റാണ് ഓപ്റ്റിമൽ സൊല്യൂഷൻ. സെഡ് മാക്സിമം ആകുന്നത് സി എന്ന പോയിന്റിലാണ്. ഓക്കെ, സി എന്ന പോയിന്റിൽ x0 y10 x0 y10 ഇതാണ് നമ്മുടെ ഓപ്റ്റിമൽ സൊല്യൂഷൻ. ദി മാക്സിമം വാല്യൂ ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈസ് 30 which is at the point C. Therefore, the optimal solution is x equal to 0, y equal to 10 and the maximum value of z plus 3y is 30. അതായത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ 30 ആണ്. 30 മാക്സിമം വാല്യൂ കിട്ടുക എപ്പോഴാണ്? x0 ആകുമ്പോൾ y 10 ആകുന്ന സമയത്ത്. ക്ലിയർ ആയോ? നമ്മൾ ആ ഗ്രാഫിക് മെത്തേഡ് പ്രൊസീജിയർ പഠിച്ചിട്ടുള്ളത് ഒന്നുകൂടി ഈ പ്രോബ്ലത്തോടു കൂടി വ്യക്തത വന്നിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് പോകാം. സോൾവ് ദി LPP ഗ്രാഫിക്കലി. മാക്സിമൈസ് z 60x1 plus 40x2 subject to 2x1 plus x2 less than or equal to 60, x less than or equal to 25, x2 less than or equal to 35, x1 greater than or equal to 0, x2 greater than or equal to 0. അപ്പോൾ ഇവിടെ x1ഉം x2 ആയിട്ടാണ് ഡിസിഷൻ വേരിയബിൾസ് വന്നിരിക്കുന്നത്. ഓക്കെ, എക്സ് വൈ അല്ല. അപ്പോൾ ഒന്നുമില്ല, ഇവിടെ x1നെ നമ്മൾ നേരത്തെ പറഞ്ഞ x ആയിട്ടും x2നെ y ആയിട്ടും ഒന്ന് കണക്കാക്കുക. ഓക്കെ, x1 എന്ന് പറഞ്ഞാൽ x ആണ്, x2 എന്ന് പറഞ്ഞാൽ y ആണെന്ന് കണക്കാക്കുക. അത്ര മാത്രമേ ആലോചിക്കേണ്ടതുള്ളൂ. എന്നാൽ എളുപ്പത്തിൽ നമുക്ക് പ്രോബ്ലം x1 ഈക്വൽ ടു 0 ഇക്വേഷനാക്കി മാറ്റുകയാണ്. ആദ്യം നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസിനെ ഇക്വേഷനാക്കി മാറ്റുമ്പോൾ x1 ഈക്വൽ ടു 0, x2 ഈക്വൽ ടു 0. x1 എന്ന് പറഞ്ഞാൽ x ഈക്വൽ ടു 0, x2 എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു 0. ഓക്കെ, പിന്നെ ഇവിടെ മൂന്നെണ്ണം x1 ഈക്വൽ ടു 25, x2 ഈക്വൽ ടു 35, പിന്നെ 2x1 പ്ലസ് 4x2 ഈക്വൽ ടു 60. ഇങ്ങനെയാണ് കൺസ്ട്രെയിൻസിൻ്റെ ഇക്വേഷൻസ് വരുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഈ ഇക്വേഷൻസിൽ നോക്കൂ, x1 ഈക്വൽ ടു 0, x2 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ x ആക്സിസും y ആക്സിസും വരും. മറ്റൊരു ഇക്വേഷൻ x1 ഈക്വൽ ടു 25. x1 ഈക്വൽ ടു 25 എന്ന് പറഞ്ഞാൽ x1ൽ 25 മാർക്ക് ചെയ്യുക എന്നർത്ഥം. x1ൽ 25 മാർക്ക് ചെയ്ത് കഴിഞ്ഞ് നേരെ കുത്തനെ ഒരു വര വരയ്ക്കുക എന്നർത്ഥം. x2 ഈക്വൽ ടു 35 എന്ന് പറഞ്ഞാൽ y ആക്സിസിൽ നേരെ വലത്തോട്ടേക്ക് ഒരു 35ൻ്റെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയുക എന്നർത്ഥം. ഓക്കെ, എന്നാൽ മറ്റൊരു ഇക്വേഷൻ 2x1 പ്ലസ് x2 ഈക്വൽ ടു 60 എന്നാണ്. ഇവിടെ രണ്ട് വേരിയബിൾസും വരുന്നുണ്ട്. ഇങ്ങനെ രണ്ട് വേരിയബിൾസും വരുന്ന സമയത്ത് ഈ സ്ട്രെയിറ്റ് ലൈൻ വരയണമെങ്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, നമ്മൾ രണ്ട് പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ രണ്ട് പോയിൻറ്റ്സ് കണ്ടുപിടിക്കുമ്പോൾ ആദ്യം നമുക്ക് x2 ഇക്വേഷൻ എന്തായിരുന്നു? 2x1 ഇക്വേഷൻ 2x1 പ്ലസ് x2 ഈക്വൽ ടു 60 എന്നാണ്. അതിൽ x2 0 ആയിട്ട് എടുക്കുന്ന സമയത്ത് x1 0 ആയിട്ട് എടുക്കുന്ന സമയത്ത് 2 × 0 പ്ലസ് x2 ഈക്വൽ ടു 60. അപ്പോൾ x2 60 കിട്ടും. അപ്പോൾ 60 വരും. ഇനി x2 0 ആയിട്ട് എടുക്കുമ്പോൾ x1 30 കിട്ടും. അപ്പോൾ 30 0. അപ്പോൾ രണ്ട് പോയിൻറ്റ്സ് നമുക്ക് ഇവിടെ കിട്ടി. എന്താണ്? 0 60 30 0. അപ്പോൾ ഇവിടെ എല്ലാ സ്ട്രെയിറ്റ് ലൈനും നമുക്ക് വരയാൻ വേണ്ടിയിട്ടുള്ള വാല്യൂസ് എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി ഓരോന്ന് വരഞ്ഞോളൂ. ഇത് വരുന്നു. x1 ഈക്വൽ ടു 0 ആണ് ഈ y ആക്സിസ്, x2 ഈക്വൽ ടു 0 ആണ് ഈ x ആക്സിസ്. രണ്ടും നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻറ്റുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസ്. ഓക്കെ, പിന്നെ മറ്റൊന്ന് എന്തായിരുന്നു? x1 ഈക്വൽ ടു 25. ഇതാ x ആക്സിസിൽ 25ൽ നിന്ന് ഒരു കുത്തനെ ഒരു വര വരും. ഇതാണ് x1 ഈക്വൽ ടു 20. x2 ഈക്വൽ ടു 35 എന്ന് പറഞ്ഞാൽ x2 y ആക്സിസിലുള്ള 35ൽ നിന്ന് നേരെ ഇങ്ങനെ വലത്തോട്ടേക്ക് x-ന് പാരലായിട്ട്, x ആക്സിസിന് പാരലായിട്ട് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരും. ഓക്കെ, ഇനി അടുത്ത ഒരു സ്ട്രെയിറ്റ് ലൈൻ 2x1 പ്ലസ് x2 ഈക്വൽ ടു 60 ആയിരുന്നു. അതിൻ്റെ രണ്ട് വാല്യൂ, ഒരു വാല്യൂ 0 60 ആണ്. x0 y60, x0 y60 ആകുന്ന പോയിന്റ്. മറ്റൊരു പോയിന്റ് 30 20, x30 y0, x30 y0. ഈ പോയിന്റ് രണ്ടും കണക്ട് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ വരിക. സ്ട്രെയിറ്റ് ലൈന് പേര് കൊടുത്തു 2x1 പ്ലസ് x2 ഈക്വൽ ടു 60. ഓക്കെ, ഇനി ആ കൺസ്ട്രെയിൻസ് എല്ലാം ഒന്ന് വായിച്ചേ. ഒന്ന് x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന്. ഇത് x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് പോകാൻ പാടില്ല. ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് വാല്യൂ. ഇവിടെ നിന്ന് വലത്തോട്ട്. ഇതോ x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന്. ഇതാണ് 0, ഇതിന് താഴോട്ട് നെഗറ്റീവാണ്, മുകളിലോട്ട്. അപ്പോൾ ഇവിടെ നിന്ന് മുകളിലോട്ട്. പിന്നെ x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 35 എന്നായിരുന്നു. അപ്പോൾ x2 ഇതാണ്
ലെസ് ദാൻ ഓർ ഈക്വൽ ടു 35 എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് താഴോട്ട്. ഓക്കെ. പിന്നെ x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25 എന്നാണ്. ഇതാണ് x1 25 ഈക്വൽ ടു 25. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25 എന്ന് പറഞ്ഞാൽ ഇവിടം വരെ വരാം, അതായത് ഇവിടുന്ന് ഇങ്ങോട്ട്. ഈ സ്ട്രെയിറ്റ് ലൈൻ 2x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 ആണ്. അപ്പോൾ ഇതിൻ്റെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 എന്ന് പറയുമ്പോൾ ഇവിടം വരെ വരാം, അല്ലെങ്കിൽ ഇതിന് താഴോട്ട്. അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ ഇവിടുന്ന് മുകളിലോട്ട്, ഇവിടുന്ന് വലത്തോട്ട്, ഇതിന് താഴോട്ട്, ഇതിന് താഴോട്ട് എന്ന് പറഞ്ഞാൽ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു റീജിയൺ ഉണ്ടല്ലോ, ആ റീജിയനാണ്. ഇതാണ് ഫീസിബിൾ റീജിയൻ അല്ലെങ്കിൽ ഫീസിബിൾ ഏരിയ എന്നെല്ലാം പറയും. ആ ഫീസിബിൾ ഏരിയയിലുള്ള ഓരോ കോർണറും ഒന്ന് കണ്ടുപിടിച്ചേ. O, A, B, C, D ഇതാണ് കോർണർ. ഓക്കെ. ഈ ഫീസിബിൾ റീജിയൻ്റെ വെർട്ടെക്സ് എന്നാണ് വിളിക്കുക. ഓരോ വെർട്ടെക്സിൻ്റെയും കോർഡിനേറ്റ്സ് വാല്യൂസ് ഒന്ന് കണ്ടുപിടിച്ച്. ഈ O എന്ന് പറഞ്ഞാൽ x1 x2 0 തന്നെ. എയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എയുടെ വാല്യൂ ഇവിടെ നോക്കൂ. എയുടെ വാല്യൂ ഇവിടെ 25 ആണ് അല്ലേ? 25 x 25 y 0 ആണ്. ഇവിടെ ഡിയുടെ വാല്യൂ നോക്കൂ. ഡിയുടെ വാല്യൂ 0 x 0 y 35 ആണ്. ഓക്കെ. ഇവിടെ ബിയുടെ വാല്യൂ നോക്കൂ. ബിയുടെ വാല്യൂ ഇവിടെ ഒരൊറ്റൊരു വാല്യൂ മാത്രമേ നമുക്ക് എക്സ് ആക്സിസിൽ നിന്ന് ഇവിടെ നേരെ നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഈ പോയിന്റ് 25 ആണ്. ഇവിടെയുള്ള പോയിന്റ് ഇതാ ഇവിടെയുള്ള പോയിന്റ് 10 ആണ് ഇവിടെ വരുന്നത്. പക്ഷേ ഇങ്ങനെ സംശയിക്കേണ്ട, ഇത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ വരഞ്ഞിട്ടുണ്ട് x1 25. അതുകൊണ്ട് അതിൽ തന്നെയാണ് ഇത് വരുന്നത്. ഇവിടെ x2 25 ആണ് എന്ന് നമുക്കറിയാം. ഇവിടെയുള്ള വാല്യൂ x1 എന്ന് പറയുന്നത് 25 ആണെന്ന് നമുക്കറിയാം. എന്നാൽ ഇവിടെയുള്ള വാല്യൂ അതിനെന്ത് ചെയ്യുക? ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഈ ഇക്വേഷനിൽ ഈ പോയിന്റ് ഉണ്ടല്ലോ, ഇതിൽ x1 25 ആണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് x2 കിട്ടും. x2 കിട്ടുക 10 ആയിരിക്കും. ഓക്കെ. അത് ഞാനിവിടെ നോക്കൂ. അപ്പോൾ ഓരോ പോയിന്റും നമുക്ക് കിട്ടും. O 0 0, A 25 0, B 25 10, D 0 35. C ആണ് നമുക്ക് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഒന്നും കൃത്യമായിട്ട് വാല്യൂ കിട്ടാത്ത ഈ ഒരു പോയിന്റ്. ഇവിടെയും നമുക്കറിയാം ഇങ്ങനെ വരുന്നത് കൊണ്ട് ഡി എന്ന് പറയുന്ന പോയിന്റ് സി എന്ന പോയിന്റിൻ്റെ വൈ ആക്സിസ് 35 ആണ്. എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അത് സോൾവ് ചെയ്താൽ മതി. ഇത് രണ്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടും എത്രയാണ് എന്ന്. അതൊക്കെയാണ് ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ ചെയ്ത പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സിയുടെ 12.5 35 ആണെന്ന് കിട്ടും. അപ്പോൾ ഇനി ഒ എ ബി സി ഡി ഓരോന്നിൻ്റെ x1 x2 വാല്യൂസ്, അതായത് എക്സ് ആക്സിസിലും വൈ ആക്സിസിലുള്ള വാല്യൂസാണ് എഴുതിയിരിക്കുന്നത്. സെഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനാണ്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പോയിന്റിലുള്ള വാല്യൂ 1000, 1500, 1900, 2150, 1400. അപ്പോൾ മാക്സിമം വരുന്നത് ഏത് പോയിന്റാണ്? സി ആണ്. അപ്പോൾ സി എന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ് വാല്യൂ ആയിട്ടുള്ള 12.5 x 35 ആണ് നമ്മുടെ ഓപ്റ്റിമൽ സൊല്യൂഷൻ, വിച്ച് ഗിവ് മാക്സിമം വാല്യൂ ഓഫ് 2150. ഓക്കെ. ഇപ്പോൾ രണ്ട് പ്രോബ്ലം ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ ഓപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് നമ്മൾ ചെയ്തു. രണ്ടിലും ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസേഷനാണ്. അതുകൊണ്ട് നമ്മൾ അടുത്തൊരു പ്രോബ്ലത്തിൽ മിനിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വരുന്നൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. Minimize z equal to 600x1 plus 400x2 subject to 3x1 plus 3x2 greater than or equal to 40, 3x1 plus x2 greater than or equal to 40, 2x1 plus 5x2 greater than or equal to 44, x1 and x2 greater than or equal to 0. ഓക്കെ. അപ്പോൾ ഇവിടെ ഇത് ഈ രണ്ട് ഇക്വേഷൻസ് ഉണ്ടല്ലോ, ഇത് രണ്ട് ഇക്വേഷൻസ് ആണ്. അതായത് x1 greater than or equal to 0, x2 greater than or equal to നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് ഉണ്ട്. ആ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസിൻ്റെ ഇക്വേഷൻസ് x1 ഈക്വൽ ടു 0, x2 ഈക്വൽ ടു 0, 1 2 എന്ന് നമ്പർ കൊടുക്കും. ഇവിടെ കൂടുതൽ ഇക്വേഷൻസ് ഉള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ നമ്പർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ഇനി അടുത്ത ഇക്വേഷൻസിൽ എല്ലാറ്റിലും x1ഉം x2ഉം വരുന്നുണ്ട്. ഓക്കെ. രണ്ട് ഡിസിഷൻ വേരിയബിളും വരുന്നുണ്ട്. അപ്പോൾ ആ രണ്ട്
ഡിസ്റ്റൻറ്റ് വേരിയബിളും വരുന്നതുകൊണ്ട് ഈ 3 സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരയണം. 3 സ്ട്രെയിറ്റ് ലൈൻ വരയണമെങ്കിൽ ഓരോന്നിൻ്റെയും 2 പോയിൻറ്റ്സ് കണ്ടുപിടിക്കും. ഒന്നാമത്തെ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ ഇക്വേഷൻ അത് എക്സ് ആക്സിസും വൈ ആക്സിസും ആണെന്ന് നമുക്കറിയാം. മൂന്നാമത്തെ നോക്കൂ, 3x1 + 3x2 = 40 എന്നുള്ളതിൻ്റെ നമ്മൾ 2 പോയിൻറ്റ്സ് ഇവിടെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. 2 പോയിൻറ്റ്സ് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ അടുത്ത ഇക്വേഷൻ, ടു ഡ്രോ ദി ഇക്വേഷൻ നമ്പർ 4 വി ഹാവ് ടു ഫൈൻഡ് 2 പോയിൻറ്റ്സ്. 2 പോയിൻറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ചു. 2 പോയിൻറ്റ്സ് ആണ് 0, 40 ആൻഡ് 13.33 ആൻഡ് 0. ഇനി അത് നാലാമത്തെ പോയിൻറ്റ്സിൻ്റെ. ഇനി നാലാമത്തെ ഇക്വേഷൻ, ഫിഫ്ത്ത് ഇക്വേഷൻ നോക്കൂ. അതിൻ്റെ 2 പോയിൻറ്റ്സ് കണ്ടുപിടിച്ചു. 1 പോയിൻറ്റ് 0 ആൻഡ് 8.8. അടുത്ത പോയിൻറ്റ് 22 ആൻഡ് 0 ആണ്. അപ്പോൾ ഇനി നമുക്ക് ഈ സ്ട്രെയിറ്റ് ലൈൻ എല്ലാം തന്നെ നമുക്ക് ഗ്രാഫിലേക്ക് വരയാം. എക്സ് ആക്സിസും വൈ ആക്സിസും വരഞ്ഞു. ഇനി ഇത് 3x1 + 3x2 = 40 എന്ന അങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. അതുപോലെ ഇവിടെ 2x + 5x2 + 44 എന്ന് കിട്ടി. ഇവിടെ 3x1 + x2 = 40 എന്ന് മറ്റൊന്ന് കിട്ടി. ഇതിലെല്ലാം ഇവിടുന്ന് ഇങ്ങോട്ട് ആ കൺസ്ട്രെയിൻസ് എങ്ങനെയാണോ ആ ഇനീക്വാലിറ്റി ചേർത്ത് ആ കൺസ്ട്രെയിൻസ് ഒന്ന് പറഞ്ഞു നോക്കുമ്പോൾ ഇവിടെ വരുന്നത് > or = 0 എന്ന്. ഇവിടുന്ന് ഇങ്ങോട്ട്, അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് ഇങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്ന എല്ലാം മുകളിലോട്ടാണ്. അതായത് ഇവിടുന്ന് മുകളിലോട്ടുള്ള ഏരിയ ആണ് ഫീസിബിൾ സൊല്യൂഷൻ. ഇവിടുന്ന് മുകളിലോട്ടുള്ള ഫീസിബിൾ സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ മിനിമൈസേഷൻ ഒബ്ജക്റ്റീവ് ആയതുകൊണ്ട് ഇവിടെ എല്ലാം ഫീസിബിൾ സൊല്യൂഷനാണ്. പക്ഷേ കോസ്റ്റ് മിനിമം ആണെങ്കിൽ ഇവനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഈ പോയിൻറ്റ്സ് ആണ് നമ്മുടെ ഫീസിബിൾ റീജിയണിൽ ഏറ്റവും ലോവസ്റ്റ് വാല്യൂസ് വരുന്ന പോയിൻറ്റ്സ് ഇതാണ്. നോക്കൂ, A, B, C. ക്ലിയർ? ലോവസ്റ്റ് ആണ് എടുക്കേണ്ടത് മിനിമൈസേഷൻ ഒബ്ജക്റ്റീവ് ആണ്. ഇത് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എടുത്താലും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് വാല്യൂ ആണ് വരും. ലോവസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫിൽ ഏറ്റവും മിനിമം വരുന്നത് ABC ആണ്. 3 പോയിൻറ്റ്. ഈ ABCയുടെ എയുടെ വാല്യൂ എന്താ വരിക? എക്സ് ആക്സിസ് 0, y ഇവിടെ എത്രയാണ് വരുന്നത്? 40, y 40. ഇവിടെ ഓക്കെ. ഇതിൻ്റെ വാല്യൂ ഇവിടെ ഈ ബിയുടെ വാല്യൂ നമ്മൾ 2 സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇൻ്റർസെക്ഷൻ ആയതുകൊണ്ട് അത് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കണം. ഇതിൻ്റെ വാല്യൂ സിയുടെ പോയിൻറ്റ് 0ഉം y0ഉം x22 ആണ്. അപ്പോൾ ബിയുടേത് 2 ഇക്വേഷൻ സോൾവ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കണം. 2 ഇക്വേഷൻസ് സോൾവ് ചെയ്യുകയാണ്. സോൾവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നു ബിയുടേത് 12 ആൻഡ് 4 ആണ്. അപ്പോൾ ABC, എയുടെ 0 40 ആണ്, ബിയുടെ 12 4 ആണ്, സിയുടെ 22 0 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 16,000, 8,800, 13,200. ഇവിടെ മിനിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആയതുകൊണ്ട് മിനിമം വരുന്നത് ഇതാണ് 8,800 ആണ്. അപ്പോൾ ഇവിടെ ബി ആണ്. ബിയിൽ 12 ആൻഡ് 4 ആണ്. ദി മിനിമം വാല്യൂ ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈസ് 8,800, which is at the point B. Therefore, optimal solution is x1 = 12 and x2 = 4, and the minimum value of objective function is 8,800. Clear? അപ്പോൾ മിനിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഓപ്റ്റിമൽ സൊല്യൂഷനാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഗ്രാഫിക്കൽ മെത്തേഡ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. ഓക്കെ, താങ്ക് യു.